എന്നാണ് മിക്കവാറും എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. കാരണം ഈ കുട്ടനാട്ടിലും ആലപ്പുഴയും ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഈ സാധാരണ കുടംപുളി മരം ഉണ്ടാവില്ല. മലമ്പ്രദേശത്ത് സാധാരണ ഇല്ല. പിന്നെ ഇപ്പോൾ ഓരോരുത്തരൊക്കെ പോയി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, എന്നാലും ഇതുപോലെ വരത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 4-5 മരമുണ്ട്. അതിലെല്ലാം നിറച്ച് പഴുത്ത് നിൽക്കുന്നത്. ആ പഴുത്തിട്ട് താഴെ വീഴണം. അപ്പോൾ രാവിലെ ഞാനങ്ങ് തൊട്ടിയും കൊണ്ട് പോയിട്ട് ആ വീഴുന്ന എല്ലാം ഇവിടെ കൊണ്ടുവരും. അപ്പോൾ മണ്ണൊക്കെ തെറിച്ച് കാണും. അതെല്ലാം നല്ലപോലെ കഴുകി വേറൊരു തൊട്ടിക്കകത്തോട്ട് കുറേ ആകുമ്പോഴേക്കും ഇവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സൗകര്യം പോലെ ജോലി വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഇരുന്നങ്ങ് പിളന്നിട്ട് അതിൻ്റെ കുരു വേറെ പാത്രത്തിലോട്ട് ഇട്ട് പിളന്നത് ഇതുപോലെ ഇങ്ങനെ പച്ചക്കിരിക്കും. അപ്പോൾ പിളക്കുമ്പോഴേക്കും അപ്പോൾ അതിങ്ങനെ പച്ചയ്ക്കുള്ളത് നമ്മൾ ആദ്യത്തെ തട്ടയിൽ 3 തട്ട് ചിലപ്പോൾ 4 തട്ടും വേണ്ടി വരും. അപ്പോൾ ഈ ആദ്യത്തെ തട്ടയിൽ ഇപ്പോൾ രാവിലെ ഉടച്ചിടുന്നത് ഇട്ടേക്കും. പിന്നെ ഇത് നാളെ ആകുമ്പോഴേക്കും ഇപ്പം നല്ല പുകയ്ക്കുക. ഈ തൊണ്ടിൻ്റെ ഇരട്ടിയും കുഴമ്പും ചൂട്ടും ഇതൊക്കെ ഞങ്ങൾ പുകയ്ക്കുന്നത്. അല്ലാണ്ട് മറ്റു സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും റബ്ബറിൻ്റെ ഒന്നും തൊടാൻ പാടില്ല. അത് എല്ലാവരൊക്കെ പറയുന്നേക്കാം. അതൊന്നും ഞാൻ തൊടത്തില്ല. ഈ ചിരട്ടയും കുഴമ്പുമാണ്, പിന്നെ തൊണ്ടുമാണ് പ്രധാനം. അപ്പോൾ ഈ തൊണ്ടും ഇത് ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുക. ആ പുക എന്നിട്ടാണ് ഇതിന് കറുപ്പ് വരുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കറുപ്പാകട്ടെന്നൊക്കെ വരുന്നത് പറഞ്ഞേക്കാം. അതെനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് ഇളം വാടി കഴിയുമ്പോഴേക്ക് അത് പെറുക്കി ഇതിലോട്ടിടും, രണ്ടാമത്തേലോട്ട്. അപ്പോൾ രണ്ടാമത്തേലുമായിട്ട് പിന്നെ ഇതിൽ കുറച്ച് ഉണങ്ങിയത് ഉണങ്ങല്ലാത്തതല്ലല്ലോ. അപ്പോൾ അതിൽ നല്ലപോലെ ഉണങ്ങിയത് പെറുക്കി ഇങ്ങോട്ടിടും. അപ്പോൾ ഇതിപ്പോൾ ഒരുമാതിരി ഉണ്ട്. അപ്പോൾ കറുപ്പ് കളറായി തന്നെ ഇതിലൊന്നും ചേർത്തിട്ടല്ല കണ്ടായിരിക്കുന്നത്. ഇനി ഇത് വെയിലത്തൊന്ന് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒട്ടും ഈർപ്പം നിൽക്കാൻ പാടില്ല. നല്ല പോലെ ഉണങ്ങിയിട്ട് ഇതിങ്ങനെ നമ്മൾ ഞെക്കി നോക്കി അങ്ങനെ ഉപ്പേരി പോലെ ഇരിക്കണം. എന്നിട്ട് അതുപോലെ കിട്ടുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ ചാക്കിനകത്തോട്ട് കെട്ടി അവിടെ വയ്ക്കും. പിന്നെ അടുത്ത ട്രിപ്പ് ഇതുപോലെ ആദ്യം പച്ചയ്ക്കാവും, പിന്നെ രണ്ടാമത്തേലൂടെ ഇടും, പിന്നെ മൂന്നാമത്തേലിടും. അതിൻ്റെ ഇടയ്ക്ക് വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് ചാക്കിനകത്തോട്ടാക്കി കെട്ടി നമ്മളങ്ങ് സൂക്ഷിക്കും. അങ്ങനെ വെറുതെ സൂക്ഷിച്ചാൽ പോരാ. അത് നമ്മൾ പിന്നെ ഉപ്പും നല്ല കല്ലുപ്പും വെളിച്ചെണ്ണയും മേശപ്പുറത്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്തിട്ടിട്ട് കല്ലുപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലപോലെ ഞരടി പിടിപ്പിച്ച് എന്നിട്ട് ഇവിടെ ചെയ്യുന്ന പഴയ കഷായക്കാലമുണ്ട്. ആ കലാത്തിലോട്ട് ഞങ്ങളെന്ന് പറയാനില്ല, എൻ്റെ ഭർത്താവായിരുന്നു നേരത്തെ കൂടെ ഉണ്ടായിരുന്നത്, ഞങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് അതിനകത്തോട്ടിട്ട് അമർത്തി വെക്കും. ഇടയ്ക്ക് കല്ലുപ്പും ഇടയ്ക്ക് ഉപ്പിടും, ഇടയ്ക്ക് ഇങ്ങനെ എണ്ണ ഒഴിക്കും. എന്നിട്ട് ഇതിങ്ങനെ അമർത്തി നല്ല അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഈ കൊല്ലം ഉണ്ടാക്കുന്നത് ഈ കൊല്ലം എടുത്താൽ ശരിക്കും രുചി കിട്ടത്തില്ല. പുക കാരണം കണ്ണിലോട്ട് രുചി കിട്ടത്തില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെയോ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തേക്കാണ് നല്ല ടേസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനറിയില്ല, ഞാൻ മീൻ കൂട്ടത്തില്ല, എനിക്കിനി അറിയത്തില്ല. പിന്നെ എല്ലാവരും ഞാൻ വെച്ച് കൊടുക്കുന്ന എൻ്റെ ഭർത്താവും മക്കളും എല്ലാവരും പറയുന്നത് അമ്മ വയ്ക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ്, ഇവിടുത്തെ കുടമ്പുളിയുടെ ഇതാണ് അമ്മ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ വർഷത്തെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം മഴ കൂടുതലാകുമ്പോഴേക്ക് ആഗസ്റ്റ് വരെ കാണും ഈ പുളി ഇങ്ങനെ വീഴുന്നത്. അതുവരെ ഈ പെറുക്കി ഇങ്ങനെ ചെയ്യും. ആദ്യം ഇതിലോട്ടിട്ട് പിന്നെ അവിടുന്ന് പെറുക്കി രണ്ടാമത്തേലോട്ട്, പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ വരുമ്പോൾ ഇവിടെ ഒരു ചേരും കൂടെ കിട്ടും. അപ്പോൾ ഈ കൂടുതൽ ഉണങ്ങിയത് ആ തട്ടയിലോട്ടിടും. അപ്പോൾ 3 ഡിവിഷനായിട്ട് ഇങ്ങനെ 3-4 ഇതായിട്ട് എനിക്ക് അവസാനം ഉപ്പും എണ്ണയും പുരട്ടി അവിടെ കെട്ടി വെച്ചേക്കും. അപ്പോൾ ഇത്ര കഴിഞ്ഞെല്ലാം 35-40 കിലോ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറവായിരുന്നു അന്ന്, എനിക്ക് വയ്യായിരുന്നു ചെയ്യാൻ, പണി ചെയ്തേണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷത്തെ കുറേ ഉണ്ടായിരുന്നു, 3 ചാക്ക് അങ്ങോട്ട് നിറച്ച് കിട്ടി. എല്ലാ വർഷവും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാനമാവും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ അല്ല, ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ടെൻഷൻ മാറും. ഇതൊക്കെ പെറുക്കി ഇങ്ങനെ പൂളി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു മനസ്സിനൊരു തൃപ്തി. വേണ്ടവർ ഇവിടെ വന്ന് പൈസ കൊടുത്ത് മേടിക്കും, അല്ലാത്ത കടക്കാർ കൂടുതൽ ചാക്കോടെ മേടിക്കും. ആദ്യം എനിക്ക് ഇവിടെ ആൾക്കാർ വരുന്ന മേടിക്കുന്ന ഇഷ്ടം. അപ്പോൾ നമുക്ക് വല്ലതും പറഞ്ഞൊരു സന്തോഷമുണ്ട്. അത് കടക്കാർ ഇങ്ങനെ ചാക്കോടെ കെട്ടിക്കൊണ്ട് പോകും, അങ്ങനെ വരുന്നവരുണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തേക്ക് ഇരിപ്പുണ്ട്. ഈ കൊല്ലം വരുന്നത് വേറെ പാത്രത്തിൽ കെട്ടി വയ്ക്കും. അങ്ങനെ 2-3 കലം പഴയ മുതൽ പണ്ടത്തെ തറവാട്ടിലുണ്ടായിരുന്ന കഷായം കലങ്ങളാണ്.
അത് ആ മൺകലത്തിനകത്ത് വയ്ക്കുന്ന അതിന് പ്രത്യേക ഇത് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ അടുക്കി അമർത്തി ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെ കുഴ കൊണ്ട് അങ്ങനെ ഇടിച്ചമർത്തി വയ്ക്കും. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഉപ്പും എണ്ണയും കൂടി അങ്ങ് തേഞ്ഞ് നല്ല നല്ല മൃദുവായിട്ടിരിക്കും. അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ പുളിയെക്കുറിച്ച്. ഇത്രയൊക്കെ ഉള്ളൂ പുളിയെപ്പറ്റി. നന്ദി, നമസ്കാരം.